ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഒരു കോമ്പറ്റീഷന് പാർവതി എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി ഖുർആൻ പാരായണം ചെയ്യുന്നത് നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ അത് വൈറലായത് ഒരു ഉസ്താദ് വന്ന് മറുപടി പറഞ്ഞതോടെയാണ്. ഈ ഒരു ഹിന്ദു പെൺകുട്ടി പാർവതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ആ പെൺകുട്ടി ഖുർആൻ പാരായണം ചെയ്തത് ഏറ്റുപിടിച്ച് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കള്, യൂട്യൂബേഴ്സ്, വാർത്താ മാധ്യമങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആ വിഷയം പ്രൊജക്റ്റ് ചെയ്ത് വാർത്ത കൊടുത്തിരുന്നു. അപ്പോ ഒരു ഉസ്താദിന് അത് കണ്ടിട്ട് തീരെ സുഖിച്ചില്ല. ഉസ്താദ് വന്നിട്ട് അമുസ്ലിങ്ങളെ ഖുർആൻ പഠിപ്പിക്കാൻ പാടില്ല, അമുസ്ലിങ്ങൾക്ക് ഖുർആൻ തൊടാൻ, അങ്ങനെ തന്നെ ഖുർആൻ പറയുന്ന ഒരു ലായമസഹുൽ ഖുർആൻ ഇല്ലാത്ത നിങ്ങളുടെ ഖുർആൻ ഒരു ഹദീസ് ഉണ്ട്, ശുദ്ധിയുള്ളവരല്ലാതെ ഖുർആൻ സ്പർശിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഇവിടെ ഉസ്താദിന് മറുപടിയുമായിട്ട് പല ആളുകളും വന്നു. ശരിക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുമുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏത് വിഷയം എടുത്താലും ആ വിഷയത്തെക്കുറിച്ച് നെഗറ്റീവും പോസിറ്റീവുമായ ധാരാളം അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ ഉസ്താദ് പറഞ്ഞത് ഒരു മതപ്രമാണത്തിൽ നിന്നാണ്. ആ പ്രമാണത്തിലുണ്ട് അമുസ്ലിങ്ങൾ ഖുർആൻ സ്പർശിക്കരുത്, അമുസ്ലിങ്ങളെ ഖുർആൻ പഠിപ്പിക്കരുത്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്, ശത്രു രാജ്യത്തേക്ക് പോകുമ്പോൾ ഖുർആൻ കൊണ്ടുപോകരുതെന്ന്. കാരണം അതിനകത്തുള്ളത് അവരും കൂടി മനസ്സിലാക്കുമല്ലോ. എന്നിട്ട് പബ്ലിക് വേദികളിൽ വരുമ്പോൾ ഇവർ തള്ളിമറിക്കാറുള്ളത് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഖുർആൻ സംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്നൊന്നുമില്ല, എല്ലാവരെയും മനുഷ്യനായി തന്നെയാണ് ഖുർആൻ കാണുന്നത്. ഇങ്ങനെയൊക്കെ തള്ളിമറിക്കാൻ എളുപ്പമാണെങ്കിലും ചില സംഭവ വികാസങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇവരിങ്ങനെ തന്നെ ആകാനേ തരമുള്ളൂ. ഓക്കെ, ഇനി മുസ്ലിം തൊട്ടാലും അമുസ്ലിം തൊട്ടാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല. ഇവിടത്തെ പ്രധാനപ്പെട്ട വിഷയം, ഇതിനു ശേഷം മറ്റൊരു പെൺകുട്ടി, ഞാൻ അഫ്സലുൽ ഉലമയ്ക്ക് പഠിക്കുകയാണ്, ആ സ്ഥാപനത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു. അപ്പം ആ കുട്ടിയെ ഏതോ ഒരു ഉസ്താദ് എഴുതി കൊടുത്ത് പഠിപ്പിച്ച ഒരു പ്രസംഗമാണ് ആ പെൺകുട്ടി കാഴ്ചവെക്കുന്നത്. ഞാൻ ഖുർആൻ പഠിക്കുന്നുണ്ട്, ഖുർആനും ഹദീസും തജ്വീദും അതിനോടനുബന്ധമായിട്ടുള്ള ധാരാളം വിഷയങ്ങൾ ഞാൻ അറബി കോളേജിൽ പഠിക്കുന്നുണ്ട്. കാരണം എന്താ, ആ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്ത ചില സീറ്റുകളുണ്ട്, അറബിക് അധ്യാപികയാകാനുള്ള ഒരു ചാൻസ് നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയായിരിക്കും. അപ്പോ ശരിക്ക് ഖുർആനിന്റെ നിലപാട് അമുസ്ലിങ്ങളോട് ഒരിക്കലും നല്ലതല്ല. അമുസ്ലിങ്ങളെ കണ്ടാൽ കണ്ടടത്ത് വെച്ച് കൊല്ലണമെന്നും അവർ മ്ലേച്ഛമാണെന്നും നജസാണെന്നും ഒക്കെ തന്നെയാണ് ഖുർആൻ പറയുന്നത്. അതല്ലാതെ ഞങ്ങൾക്ക് കുറെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, അവർ ഞങ്ങളോട് നല്ലതുപോലെയാണ് ഇടപെടുന്നത്, നല്ല ആളുകളാണ്, അതുകൊണ്ട് ഇസ്ലാം ചക്കരയാണ്, അതല്ലെങ്കിൽ 2-3 മറ്റ് മുസ്ലിം സുഹൃത്തുക്കൾ ഞങ്ങളോട് വളരെ മോശമായിട്ട് ഇടപെടുന്നു, അതുകൊണ്ട് മതം മോശമാണ് എന്നല്ല. നമ്മളൊരു വിഷയത്തെ നോക്കിക്കാണുന്നത് ആ മതത്തിന്റെ പ്രമാണം എന്ത് പറയുന്നു, അടിസ്ഥാന പ്രമാണം എന്ന് പറയുമ്പോൾ ഖുർആനും ഹദീസുമാണ്. ഖുർആനും ഹദീസും ആ മുസ്ലിങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോ ഈ പെൺകുട്ടി ഒരുപാട് അറിവുള്ള പെൺകുട്ടിയല്ല, ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് പഠിച്ചിട്ടില്ല. ഞാൻ ആ കുട്ടിയെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യാനൊന്നുമില്ല. അപ്പം അതിന്റെ അനുഭവമാണ് പറയുന്നത്. ഞാനൊരു അറബി കോളേജിൽ പഠിച്ചു, അപ്പം ഇന്ന അധ്യാപകരാണ്, എനിക്ക് എന്തെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ ഞാൻ അധ്യാപകനെയാണ് സമീപിക്കാറുള്ളത്. ഇങ്ങനെ ഒരു അമുസ്ലിം കുട്ടി ഖുർആൻ ഓതിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നു. ആ സമയത്ത് ഞാൻ എന്റെ ഉസ്താദിനോട് ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞ മറുപടി എല്ലാം കൂടെ കൂട്ടിയാണ് ആ കുട്ടി പറയുന്നത്. നമുക്കൊന്ന് കേൾക്കാം. ഞാനിപ്പോ അടുത്ത് നടന്ന 2 കാര്യങ്ങൾ ആസ്പദമായിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അങ്ങനെ വീഡിയോ എടുത്ത് ശീലമില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാര്യം പറയാം. ഇപ്പൊ കുറച്ചു മുന്നേ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരുന്ന എന്റെ കുഞ്ഞനിയത്തി പാർവതിക്കുട്ടിയുടെ മനോഹരമായ ഖുർആൻ പാരായണം, അവൾക്ക് അതിൽ ഫസ്റ്റും കിട്ടി. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു ആ കുഞ്ഞത് പാടുന്നത് കേൾക്കാം, എനിക്ക് നല്ല ഇഷ്ടമായത്. അപ്പോൾ ഞാനൊരു അറബി കോളേജിലെ സ്റ്റുഡന്റ് ആണ്, അഫ്സലുൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ ഇപ്പോൾ 2 വർഷമായാലും ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഖുർആൻ അറിയാമെങ്കിലും ഇങ്ങനെയൊക്കെ മനോഹരമായിട്ട് ഓതാനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ മറ്റൊരു വീഡിയോ കാണാനിടയായത്. അതിലൊരു ഉസ്താദ് പറയുന്നുണ്ടായിരുന്നു, അമുസ്ലിങ്ങളായ ആൾക്കാർക്ക് ഖുർആൻ പഠിക്കാനോ വായിക്കാനോ ഓതാനോ തൊടാൻ പോലും പാടില്ല എന്ന്. അപ്പോൾ എനിക്കതൊരു അസ്വസ്ഥത ഉണ്ടാക്കി. ആ ഒരു വീഡിയോ ആദ്യം കണ്ടുവന്നപ്പോൾ എനിക്ക് കുറച്ച് ദേഷ്യവും സങ്കടമൊക്കെ തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഏതൊരു മതേതര മലയാളിക്കും ആദ്യം അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതെന്താ ഞങ്ങൾ തൊട്ടാല്, അങ്ങനെ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടോ?
അതിന് ഞങ്ങളിപ്പോൾ തൊട്ടാൽ എന്ന് തോന്നും. അത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന അസ്വസ്ഥതകളാണ്. ഇസ്ലാമിനെ പ്രമാണങ്ങളിലൂടെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. ശരി, പറയാം, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്റെ അധ്യാപകരോടാണ് ചോദിച്ചത്, എന്താ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമമായി. അപ്പൊ ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനുണ്ട്, സൂരി സാറിന് ഞങ്ങൾ വിളിക്കുന്ന അബ്ദുൽ മജീദ് സൂരി സാർ. ഇപ്പൊ കോളേജിൽ ഇല്ല, പുറത്താണ്, വിദേശത്താണ്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുകയും ഇതിനെപ്പറ്റി പറഞ്ഞപ്പോ സാറും കണ്ടിരുന്നു, വീഡിയോ കണ്ടിരുന്നു. അപ്പൊ പറഞ്ഞത് ശരിയല്ല, അങ്ങനെയൊന്നും തൊടാൻ പാടില്ലാന്നോ ഒന്നുമില്ല മോളെ, അത് വിഷമിക്കണ്ട, അങ്ങനെ പറഞ്ഞാൽ ആശ്വസിക്കും. പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യണം എന്നൊരു തോന്നലുണ്ടായി. ഒരു മറുപടി ആയിട്ടല്ല, പക്ഷെ ഇത് കേട്ടുകൊണ്ട് ഇനി ആരും പഠിക്കാതിരിക്കരുത്. കാരണം ആരും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവം തന്നെയാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആനിലെ ഓരോ വചനങ്ങളും നമ്മൾ വായിച്ച അവിടെ ഇരുന്ന് പോകും, അത്ര മനോഹരമാണ് മനസ്സിലാക്കി വരുമ്പോൾ. ഇപ്പൊ ഖുർആൻ പഠിക്കുന്ന പലരും എല്ലാവരും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് പഠിക്കുന്നത് എന്നുള്ളത് ചോദ്യമാണ്. വിമർശിക്കാൻ വേണ്ടി പഠിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറബി അറിയാതെ വന്ന കുട്ടിയാണ്. +2 വരെ പഠിക്കുമ്പോഴും അറബി. ഇങ്ങനെ മുസ്ലിം കുട്ടികളെ സമ്മർദ്ദത്തിലാക്കി ഇതിലേക്ക് തള്ളിവിട്ട് ഇത് പഠിപ്പിച്ച് നല്ല ഇന്റൻഷൻ ആയിരിക്കും, ഓക്കെ, ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഖുർആൻ വായിച്ചാൽ അവിടെ ഇരുന്നു പോകും. അങ്ങനെ ഇരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, അതിനെ വിമർശിക്കാനോ ക്രിട്ടിസൈസ് ചെയ്യാനോ ഒന്നും ഞാനില്ല. ഈ പെൺകുട്ടിക്ക് കുറെ മിഥ്യാധാരണകളുണ്ട്. ഇസ്ലാം എന്തോ വലിയ മഹത്തായ സന്ദേശമാണ് നൽകുന്നത് എന്ന് അതൊന്ന് മനസ്സിലാക്കി തരാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. എനിക്ക് അറിയില്ല. അങ്ങനെ ഞാൻ വന്നു കയറിയപ്പോ അവിടെയുള്ള അധ്യാപകര് അറബി അറിയാത്ത കുട്ടിയാണ്, പഠിക്കുന്നത് എന്നാണ് ഖുർആന്, ഹദീസ്, തൗഹീദ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ മനസ്സിൽ വെക്കാൻ, നമ്മൾ കേൾക്കാത്തൊരു കാര്യം മനസ്സിൽ വെക്കാനും അത് ഉൾക്കൊള്ളാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ കേട്ടുകേൾവിയുണ്ടെങ്കിലും അറിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ ഇത്രയും പഠിക്കണമെന്നുള്ളൊരു ഇതായിരുന്നു. അപ്പൊ അവിടെ എന്റെ അധ്യാപകര്, പ്രത്യേകിച്ച് സൂരി സാറ്, എനിക്ക് ഹദീസാണ് എടുത്തിരുന്നത്. അപ്പൊ ഹദീസ് എന്ന് പറയുന്നത് നബി പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം മൗനാനുവാദം കൊടുത്ത കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും പറ്റിയിട്ടാണ്. അപ്പൊ ആ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് പറയുമ്പോഴും കുഞ്ഞ് ഹദീസാണെങ്കിലും കൂടെ അതിന്റെ പിന്നിലുള്ള കഥയടക്കം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് ആ ക്ലാസ്സൊക്കെ വളരെ ബൈഹാർട്ടാണ്. അപ്പോൾ അദ്ദേഹത്തോടാണ് ഞാൻ എന്ത് സംഭവം ഉണ്ടെങ്കിലും ഞാൻ പറയില്ല. അതുപോലെ തന്നെയുള്ള ഒരു കാര്യം പറയട്ടെ, ഈ സംസ്ഥാന തലത്തിൽ അറബി കോളേജുകൾ കുറവായതുകൊണ്ട് നേരെ സംസ്ഥാനത്തേക്കാണ് മത്സരം നടന്നത്. അപ്പോൾ ഓൺലൈൻ ആയിരുന്നു മത്സരം. അപ്പോൾ സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ജൂനിയർ വിഭാഗത്തിൽ ഞാനും പോയായിരുന്നു. പ്രസംഗ മത്സരമാണ്, ഞാൻ പ്രസംഗമാണ് ഏറ്റെടുത്തത്. അപ്പോൾ പ്രസംഗത്തിൽ എനിക്ക് കിട്ടിയ സബ്ജക്ട് നിർഭയത്വമാണ് മതം എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പൊ ആ ഒരു സബ്ജക്ട് കിട്ടുമ്പോഴും അറബി കോളേജിൽ എല്ലാവരും മത്സരിക്കുമ്പോൾ എന്തായാലും എനിക്കത്ര അറിവില്ല എന്നാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്, എനിക്കത്ര അറിവില്ല. അപ്പൊ ഞാൻ ആ ഒരു ഇതില് എന്തായാലും മത്സരിക്കാം, അസബ കോളേജിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് മത്സരിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മത്സരിച്ചതാണ്. പക്ഷെ എനിക്ക് അതിൽ സെക്കൻഡ് കിട്ടി. അപ്പൊ അവിടെ എനിക്ക് നന്ദി പറയാനുള്ളത് എന്റെ അധ്യാപകരോടാണ്. കാരണം ഖുർആനിലെ വചനങ്ങളും ഹദീസുകളും ഒക്കെ മനസ്സിലുള്ളത് കൊണ്ടാണ് എനിക്ക് അതിൽ സെക്കൻഡ് കിട്ടിയത്. കാരണം അവിടെ പറഞ്ഞിട്ടുള്ളത് മതം നിർഭയത്വമാണ്, അല്ലാണ്ട് ഇസ്ലാം നിർഭയത്വമാണെന്നല്ല, മൊത്തം മതങ്ങളെ പറ്റിയിട്ടാണ് അവിടെ ഞാൻ സംസാരിച്ചത്. പക്ഷെ എനിക്ക് കൂടുതൽ പോയിന്റുകൾ പറയാനുണ്ടായിരുന്നത് ഇസ്ലാമിനെ പറ്റിയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ്, നിർഭയത്വം തന്നെയാണ് അവിടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഖുർആൻ വായിക്കരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. ഒരു അമുസ്ലിമിനെ കിട്ടിയാൽ മാക്സിമം ഇവര് ഞെക്കിപ്പിഴിഞ്ഞ് ഇത്തരം ആശയങ്ങൾ കുത്തിനിറയ്ക്കും. എന്തിനാണ്? ഇവരാണ് അടുത്ത അഡ്വർടൈസ്മെന്റ്. ഇവരെ കാണിച്ചിട്ട് വേണം ഇസ്ലാമിലേക്ക് അടുത്ത ആളുകളെ ക്ഷണിക്കാൻ. ഇസ്ലാം നിർഭയത്വമാണോ? ലാ ഇക്റാഹ ഫിദ്ദീൻ. പ്രവാചകൻ മക്കയിലായിരുന്ന സമയത്ത് മതത്തിൽ ബലാത്കാരമില്ല എന്ന് പറയുകയും മദീനയിൽ വരുന്ന സമയത്ത് മതം സ്വീകരിക്കാത്തവന്റെ കഴുത്ത് വെട്ടാൻ പറയുകയും ചെയ്ത വചനങ്ങൾ ഖുർആനിലുണ്ട്. മക്കയിലായിരുന്നപ്പോൾ കണ്ട പ്രവാചകനേ അല്ല നമ്മൾ മദീനയിൽ കാണുന്നത്. മദീനയിൽ കാണുന്നത് ഒരു രാക്ഷസനെയാണ്. എല്ലാം അടക്കി ഭരിക്കാൻ, കൊല്ലാനുള്ള ത്വര, പെണ്ണുങ്ങളെ പിടിച്ചെടുക്കാനുള്ള ഒരു ആസക്തിയൊക്കെ ഉള്ള ഒരു സ്ത്രീലമ്പടനും രക്തദാഹിയുമായ ഒരു പ്രവാചകനെ, യുദ്ധക്കൊതിയനായ ഒരു പ്രവാചകനെയാണ് നമുക്ക് മദീനയിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇത്തരം കുട്ടികളെയൊക്കെ കയ്യിൽ കിട്ടിയാൽ മാക്സിമം ബ്രെയിൻ വാഷ് ചെയ്യും അധ്യാപകൻ. കൊടുക്കില്ല. കാരണം വായിച്ചു തുടങ്ങുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ എത്ര കണ്ട് ശരിയാണെന്നുള്ളത്. ഇപ്പൊ ഖുർആനില് പറയുന്നുണ്ട് പല കാര്യങ്ങളും. ഇപ്പൊ സയന്റിഫിക്കലി പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇത്രയും വർഷം മുന്നേ മുഹമ്മദ് നബി എഴുതി വെച്ചെങ്കിൽ, അള്ളാഹു പറഞ്ഞു കൊടുത്ത് മുഹമ്മദ് നബി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥമാണ്. അത്രയും ഈ ലോകത്ത് കാണുന്ന മുഴുവൻ ശാസ്ത്ര സത്യങ്ങളും നബിയിലൂടെ വന്നതാണ് എന്നൊക്കെയാണ് ഈ പാവം പെൺകുട്ടി വിശ്വസിച്ചിരിക്കുന്നത്. എത്ര ശാസ്ത്ര സത്യങ്ങളുണ്ടെന്ന് ഇതിനറിയാമോ? സൂര്യൻ അസ്തമിക്കുന്നതും നക്ഷത്രങ്ങളെ പെറുക്കി പിശാചിനെ എറിയുന്നതുമൊക്കെ ഇതിനാരെങ്കിലും പറഞ്ഞു കൊടുക്കും? ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ തന്നെയും ഇത് മനസ്സിലാക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അക്ഷരാഭ്യാസം അറിയാത്ത നബി അള്ളാഹു ഇറക്കി കൊടുത്തു, നബി എഴുതി വെച്ചു എന്നാണ് ഈ പാവത്തെ പഠിപ്പിച്ചിരിക്കുന്നത്. ശുദ്ധി ഇല്ലാതെ സ്പർശിക്കത്തും ഖുർആനിലുണ്ട്. പക്ഷെ ശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് മനസ്സിന്റെ ശുദ്ധിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്റെ അധ്യാപകരും എനിക്ക് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.
അതുപോലെ തന്നെ അങ്ങനെ ഒരു ശുദ്ധി ഉണ്ടോ? മനസ്സിന്റെ ശുദ്ധി എന്നൊരു ശുദ്ധി. അപ്പോ ശരീരത്തിന് അശുദ്ധി ഉണ്ടെങ്കിലും കുഴപ്പമില്ല അല്ലേ? എങ്ങനെയുണ്ട്? ആർത്തവം, പ്രസവം പോലെയുള്ള സന്ദർഭങ്ങളിലൊന്നും ഖുർആൻ എടുക്കാൻ പാടില്ല എന്ന് അറിയാത്ത പണ്ഡിതന്മാരല്ല എല്ലാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആ കുട്ടിയെ ഞാൻ വിമർശിക്കുന്നില്ല. എല്ലാവരും പള്ളിയിൽ പോകും. നോൺ മുസ്ലിംസ് ഒഴികെ ബാക്കി എല്ലാവരും പള്ളിയിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഞങ്ങൾ കാത്തിരിക്കും. അപ്പൊ അങ്ങനെ ഒരിക്കൽ എന്നോട് ഞങ്ങള് വെറുതെ ഇരിക്കാണല്ലോ, അപ്പൊ സാർമാര് കാണുന്നുണ്ട്. അപ്പൊ എനിക്കൊരാഗ്രഹം, ഈ കുട്ടിയെ ഇപ്പൊ ഇറക്കിയിരിക്കുന്നതിന് ഈ പെൺകുട്ടി ഇതിനകത്ത് പറയുന്നുണ്ട്, ഉസ്താദന്മാര് പറഞ്ഞിട്ട് അവര് പറഞ്ഞു തന്നതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം പാർവതിയുടെ വിഷയത്തിൽ ഒരു പ്രതികരണം ഈ പെൺകുട്ടിയൊക്കെ പറയുമ്പോഴത്തേക്കിനും കുറെ വൈറലാകുമല്ലോ. കാരണം ഒരു അമുസ്ലിം പെൺകുട്ടി അറബി കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു. പാർവതി ഖുർആൻ തൊട്ടുന്നു, പഠിച്ചു കരുതി ഒരു കുഴപ്പവുമില്ല. ഇതിങ്ങനെ ഒരു വിഷയം ഉണ്ടായതുകൊണ്ടും ഇമാം ഷർവാനി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദ് വന്നിട്ട് പ്രത്യേകമായിട്ട് ഇങ്ങനെ പാർവതിയെ വിമർശിച്ചതുകൊണ്ടും നിങ്ങളാരും ഖുർആൻ പഠിക്കാതിരിക്കല്ലേ, നിങ്ങളാരും അറബി കോളേജിൽ വരാതിരിക്കല്ലേ, നിങ്ങൾ എല്ലാവരും ഖുർആൻ പഠിക്കാൻ മുന്നോട്ട് വരണം എന്നുള്ളൊരു മെസ്സേജും പരസ്യവുമാണ് ഈ പെൺകുട്ടി നൽകുന്നത്. മതത്തെക്കുറിച്ച് പറയേണ്ടത് മതപ്രമാണങ്ങളാണ്. ആ പ്രമാണങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അമുസ്ലിം എന്ന ഒരു വിഭാഗം ശത്രുക്കളാണ് ഇസ്ലാമിന്റെ. അവരെ കൊല്ലാനും തിന്നാനും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവർ ഇതുവരേക്കും ശീലിച്ചു വന്നിട്ടുള്ളത്. അപ്പം അവരെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കരുത്. അവർ നെജസാണ്. അവരെ ഉറ്റമിത്രമായി സ്വീകരിക്കരുത്. അവരെ കണ്ടാൽ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയുക. പിന്നെ അവര് നികുതി തന്നിട്ട് പോകാമെങ്കിൽ ഓക്കെ. അങ്ങനെയൊക്കെയാണ് ഇസ്ലാം അമുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നത്. ഓരോ ദിവസവും തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ച ഓരോ മുസ്ലിമും 17 തവണ പറയുന്നത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നീ ഞങ്ങളെ നേരായ പാതയിലാക്കണമേ. സിറാത്തു അല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ച ആളുകളുടെ പദയിൽ ഞങ്ങളെ ആക്കാവുള്ളൂ കേട്ടാ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, പടച്ചവനെ നീ കോപിക്കപ്പെട്ടവരുടെ പാതയിൽ നീ ഞങ്ങളെ ആക്കല്ലേ. വലദ്വാലീൻ, വഴിപിഴപ്പിച്ചവരുടെയും പാതയിലാക്കരുതേ എന്ന് പറയുമ്പോൾ ആ വഴിപിഴപ്പിച്ചവരും ആ കോപിക്കപ്പെട്ടവരും ആരാണ്? അവരാണ് മോളെ ആ മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇസ്ലാം ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ അവസരോചിതമായി സന്ദർഭോചിതമായി തരാതരം ഇങ്ങനെ പ്രീണനം നടത്താനും ഇസ്ലാമിസ്റ്റുകൾ മടിക്കാറില്ല. സമയോചിതമായിട്ട് എന്ത് എവിടെ പ്രവർത്തിക്കണം എന്ന് മതത്തിന്റെ മാർക്കറ്റിംഗ് തന്ത്രം വളരെ നന്നായി മതപുരോഹിതർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടിയെ പുറത്തിറക്കിയിരിക്കുന്നത്. നന്ദി.